പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണം അന്വേഷിക്കാൻ KPCC അച്ചടക്ക സമിതി വരുന്നു. അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഈ വിവാദം അന്വേഷിക്കും. ഫോൺ ചോർത്തലിന് പിന്നിൽ പ്രാദേശിക തലത്തിലെ വിഭാഗീയതയാണെന്ന ആരോപണത്തിന് ആണ് അദ്ദേഹം പ്രധാനമായി അന്വേഷിക്കുക. അതായത് ആദ്യഘട്ടത്തിൽ ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ KPCC തിടുക്കപ്പെട്ട് പാലോട് രവിയിൽ നിന്നും രാജി ആവശ്യപ്പെടുകയായിരുന്നു. അതിന് പിന്നാലെയാണ് KPCC വീണ്ടും ഈ വിഷയത്തെ ഗൗരവത്തിൽ കാണുന്നത്. കാരണം ആ ഫോൺ സംഭാഷണം അതൊരു പ്രവർത്തകനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് എന്ന വിലയിരുത്തലാണ് KPCCക്ക് ഇപ്പോഴുള്ളത്. ഒപ്പം തന്നെ പക്ഷേ അങ്ങനെ പാലോട് രവി പറയാൻ പാടില്ലായിരുന്നു എന്നുകൂടി KPCC വിലയിരുത്തുന്നു. അതിനുശേഷം ഇന്നലെ ഈ ഫോൺ സംഭാഷണത്തിന്റെ മറുവശത്തുണ്ടായിരുന്ന വാമനപുരം ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന ജലീൽ 24-നോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഫോൺ സംഭാഷണം താനല്ല പുറത്തുവിട്ടത്, താൻ തലേക്കുന്നിൽ ബഷീർ അനുസ്മരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് പാലോട് രവിയെ വിളിക്കുകയായിരുന്നു. വിളിച്ചതിന് ശേഷം പാലോട് രവി ചടങ്ങിൽ ക്ഷണിച്ചു എന്നതിൽ സംഘാടകരിലെ മറ്റൊരാളെ വിശ്വസിപ്പിക്കാനായി ഒരാൾക്ക് ആ ഫോൺ സംഭാഷണം അയച്ചു കൊടുക്കുക മാത്രമായിരുന്നു ചെയ്തത്. അതിനുശേഷം അവിടെ നിന്നും അവിടെയുള്ള പ്രാദേശികമായ മണ്ഡലം പ്രസിഡന്റും അതുമായി ബന്ധപ്പെട്ട ചില വിഭാഗങ്ങളിലേക്കും ഈ ഫോൺ സംഭാഷണം എത്തുകയും അങ്ങനെ ഈ ഫോൺ ചോർത്തുകയുമായിരുന്നു ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശികമായ ആ മേഖലയിൽ നിൽക്കുന്ന വിഭാഗീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഫോൺ സംഭാഷണം പുറത്തു പോയത് എന്നുള്ളൊരു ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് KPCC അതിൽ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിക്കുന്നത്.